അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടതല്ല ജാമ്യം, കോടതി പിടിച്ച് തലയിൽ വെച്ച് കൊടുത്തതാണ്. ഇലക്ഷൻ പ്രചാരണം കഴിഞ്ഞ് 2-ാം തീയതി തിരിച്ച് ജയിലിൽ എത്തണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ആവശ്യപ്പെടാത്ത ജാമ്യം, ആവശ്യപ്പെടാതെ കിട്ടിയ ജാമ്യം നീട്ടിക്കിട്ടണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ വീണ്ടും കോടതിയിലെത്തിയിരിക്കുക. അത് മെഡിക്കൽ ഗ്രൗണ്ട്സിലാണ് കോടതിയിൽ പോയിരിക്കുന്നത്. എനിക്ക് കുറേ ഇൻവെസ്റ്റിഗേഷനും ടെസ്റ്റും ഒക്കെ നടത്താനുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇയാളെ ടെസ്റ്റിനായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുക അണ്ടർ പോലീസ് കസ്റ്റഡി. അതല്ലെങ്കിൽ ഇയാൾ ടെസ്റ്റ് കഴിഞ്ഞ് വരട്ടെ എന്ന് തീരുമാനിക്കുക, ഇൻട്രം ബെയിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. പക്ഷേ ഈ മെഡിക്കൽ ഗ്രൗണ്ട്സിൽ കൊടുക്കുന്ന ഇൻട്രം ബെയിൽ എക്സ്റ്റൻഷൻ കേജ്രിവാളിന് മറ്റ് രീതിയിൽ ഉപയോഗിക്കാൻ പ്രയാസമായിരിക്കും. ചിലപ്പോൾ ആ കണ്ടീഷനൊക്കെ അവരിടും. പത്രസമ്മേളനം പാടില്ല, വേറൊരു ആക്ടിവിറ്റിയും പാടില്ല, യു ഫിനിഷ് ഓഫ് യുവർ ടെസ്റ്റ് ആൻഡ് കം ബാക്ക് ഇമ്മീഡിയറ്റ്ലി എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദെയർ മൂഡ്. ബട്ട് സ്വാഭാവികമായിട്ട് ഞാൻ കേസുകളിൽ കണ്ടിട്ടുള്ളത്, ശരി നിങ്ങൾക്ക് ടെസ്റ്റ് എന്താ ചെയ്യാനുള്ളത്, നിങ്ങൾ 2-ാം തീയതി കീഴടങ്ങുക ആൻഡ് ടെൽ ഇ ഡി വാട്ട് ഈസ് യുവർ പ്രോബ്ലം ആൻഡ് ഇ ഡി ഷുഡ് ഡു അക്കോർഡിംഗ്ലി എന്ന് പറഞ്ഞിട്ട് ജയിൽ പ്രൊസീജിയർ അനുസരിച്ച് അങ്ങനെയാണ് പതിവ്. പക്ഷേ ഈ പതിവ് തെറ്റിച്ചാണല്ലോ കേജ്രിവാളിന് ജാമ്യം കൊടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്, ഹേമന്ത് സോറന് കൊടുത്തില്ല. അപ്പോൾ കേജ്രിവാൾ ഈസ് ദ മോസ്റ്റ് ഓർ സിംഗിൾ VIP ഇൻ ഇന്ത്യ എന്നാണ് സുപ്രീം കോടതി നമ്മളോട് ഭംഗ്യന്തരേണ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വേറൊരു രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ല. അത് സുപ്രീം കോടതി പറയുകയും ചെയ്തു, വേറെ ആരുമായിട്ട് ഇദ്ദേഹത്തെ കമ്പയർ ചെയ്യണ്ട. മണ്ണാൻ്റെ ഉള്ളി ഇപ്പോൾ വണ്ണാൻ്റെ ഉള്ളി ആയി പോവില്ലേ? അങ്ങനെയല്ല. അതെന്താ അങ്ങനെയല്ല? ഞങ്ങൾ പറയുന്നു അങ്ങനെയല്ല. ഇങ്ങനെയൊക്കെയാണ് അത് വാദം പോയത്. എനിവേ, അവർക്ക് വേണമെങ്കിൽ സാധാരണ ഇതിൽ ചെയ്യേണ്ടത് മര്യാദയ്ക്ക് ജയിലിൽ പോയി കീഴടങ്ങ്, എന്നിട്ട് ജയിലിനോട് പറ എന്താ നിൻ്റെ പ്രയാസം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്തു കൊടുക്കും. ജയിലർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഇൻ കേസ് ഹി ഈസ് ഹാവിങ് സം മെഡിക്കൽ കംപ്ലയിൻറ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ ഓഫ് ലോ യു പ്രൊസീഡ്. അപ്പോൾ ജയിലിൽ നിന്ന് ഇയാളെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോവുക എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അതാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ കോടതിക്ക് എന്തും പറയാം. അല്ല, കോടതി ഒരു പക്ഷേ അസാധാരണമായ ഒരു പരിഗണന തന്നെ കൊടുക്കില്ലേ? സാധ്യത അതിനല്ലേ? കൊടുക്കാം. ടെസ്റ്റ് കഴിയുമ്പോൾ ടെസ്റ്റിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് തീർന്നിട്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം. ഇതിനിടയിൽ കോടതി ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഈ ഒറിജിനൽ പെറ്റീഷൻ ഉണ്ടല്ലേ കേജ്രിവാളിൻ്റെ, അതങ്ങോട്ട് അലോ ചെയ്തിട്ട് ഈ കേസ് ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പിന്നെ അതിൻ്റെ പിന്നാലെ NIAയും അതും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമാകും. പക്ഷെ നമ്മളന്ന് പറഞ്ഞതുപോലെ ഈ കെജ്രിവാൾ ഇവിടുന്ന് ജാമ്യം കിട്ടി പുറത്ത് വന്നിട്ട് NIAയും CBI ഒന്നും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ല. കാരണം അതിന് വീണ്ടും ഒരു പൊളിറ്റിക്കൽ കളർ വരുമല്ലോ. ഈ കേസിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊരു പൊളിറ്റിക്കൽ എലമെൻറ്റ് കൂടുതലാണ് എന്ന് സുപ്രീം കോടതിക്ക് തോന്നി. എല്ലാ പൊളിറ്റീഷ്യൻസിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും അതിനകത്തൊരു പൊളിറ്റിക്കൽ എലമെൻ്റ് ഉണ്ട്. ഇതിൽ അതല്പം കൂടിപ്പോയി. ഇതാണ് സുപ്രീം കോടതി പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വർഷം മുമ്പ് ഇയാളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു, അയാൾക്കും വേണമെങ്കിൽ ആദ്യത്തെ സമൻസിന് ഹാജരാകാമായിരുന്നു, അത് അയാളുടെ ഒരു തെറ്റാണ്. പക്ഷേ മൊത്തത്തിൽ ഞങ്ങൾ അയാൾക്ക് ഇൻ്റർവ്യൂ ബെയിൽ കൊടുക്കുന്നു. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഇപ്പോൾ അയാൾ അസുഖമാണ്, ടെസ്റ്റ് ചെയ്യണം, അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ നീട്ടിക്കിട്ടണം, 7-ാം തീയതി വരെ നീട്ടിക്കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ അത് നീട്ടിക്കൊടുത്താൽ തന്നെ അതിൽ സ്ട്രിഞ്ചൻ കണ്ടീഷൻ വരും. അവർ ഈ വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഈ ടെസ്റ്റിന് എത്ര സമയം എടുക്കും, എവിടെയാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ചോദിക്കേണ്ടതാണ്. ശരി, അതിന് 4 മണിക്കൂർ, അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നതിന് ഈ 7-ാം തീയതി വരെ എന്തിനാ? ഇതെല്ലാം കൂടെ ചേർത്ത് ഉച്ചയ്ക്ക് തീരുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചോദിച്ചെന്ന് വരാം. പക്ഷേ എന്നിട്ട് 7-ാം തീയതി വരെ കൊടുത്തു. എനിക്ക് വിശ്വാസമൊന്നുമില്ല. They speak so many things inside the court and do something else when the judgment comes. പക്ഷേ എനിക്കൊരു സംശയം, ഇപ്പോൾ സ്വാതി മലിവാൾ ഇന്ന് കോടതിയിൽ ഹാജരായി. അവരുടെ ഭാഗം വിശദീകരിക്കുമ്പോൾ കോടതി മുറിക്കുള്ളിൽ പൊട്ടിക്കരയൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് കെജ്രിവാൾ അവിടെ ഉണ്ടായിരുന്നു, കെജ്രിവാളിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, അപ്പോൾ കെജ്രിവാളിൻ്റെ അറിവോടുകൂടിയാണ് തന്നെ വിഭവകുമാർ മർദ്ദിച്ചതെന്നൊക്കെ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും കെജ്രിവാളും ഈ കേസിലൊരു പ്രതിയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണോ ഈ അസുഖമൊക്കെ പറയുന്നത്? അല്ല, ഈ അസുഖം പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആ കേസിൽ പ്രതിയാക്കുന്നതിന് തടസ്സമൊന്നുമല്ല. സുഖമില്ലാത്തതാണെങ്കിലും പ്രതിയാക്കാം, അറസ്റ്റ് ചെയ്യണം, ജയിലിൽ പോകണമെന്നൊക്കെ ഉള്ളത് വേറെ. അക്യൂസ്ഡ് ആവും. നിങ്ങൾ അക്യൂസ്ഡ് ആവാനായിട്ട് ഇതൊന്നും തടസ്സമൊന്നുമല്ല. പക്ഷേ
ഇങ്ങനത്തെ കാര്യത്തിൽ പെട്ടെന്നൊന്നും അയാളെ അക്യൂസ്ഡ് ആക്കില്ല. കാരണം സ്വാതി മലയാളിൻ്റെ ആർഗ്യുമെൻ്റ് എന്താ, അദ്ദേഹം അകത്തിരിപ്പുണ്ടായിരുന്നു, അദ്ദേഹം കൂടെ, അതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞാണ് അദ്ദേഹം ഇരിക്കുന്ന മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് വിഭവകുമാർ ഇത് ചെയ്യുന്നതെന്നൊക്കെ. ബട്ട് അതുപോലും ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആകുന്നില്ല ഇയാൾക്ക് അരവിന്ദ് കെജ്രിവാളിന് ഇതിൽ പങ്കുണ്ടെന്നൊക്കെ വാദിക്കാം എന്നേ ഉള്ളൂ. പോലീസ് അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് അതിന് ചെറിയൊരു തെളിവിൻ്റെ അംശം, ഒരു സാക്ഷിമൊഴിയുടെ അംശമൊക്കെ വന്നു കഴിഞ്ഞാൽ കേജ്രിവാളും അക്യൂസ്ഡ് ആവും. പക്ഷേ ആ അക്യൂസ്ഡ് ആയി എന്ന് വിചാരിച്ചിട്ട് ഈ കേസിനെ അത് ബാധിക്കുന്നൊന്നുമില്ല. ഇത് വേറൊരു കേസാണല്ലോ. മറ്റൊരു കേസ് വന്ന് അതിലൊരു അറസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് ഭയപ്പെടുന്നുണ്ടല്ലോ, ഉണ്ടെങ്കിൽ. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം വൃദ്ധരായ മാതാപിതാക്കളെ പിടിച്ചുകൊണ്ട് വന്ന് പത്രസമ്മേളനം നടന്നൊക്കെ നമ്മൾ കണ്ടു. ഒരു ഡ്രാമ. ഇതൊക്കെയാണ് കേജ്രിവാളിൻ്റെ ഒരു ആ അവസ്ഥയിൽ ഈ 45 കോടി രൂപയുടെ വീട്, 100 കോടി രൂപയുടെ മദ്യനയ അഴിമതി നടത്തിയെന്ന് പറയുന്നു. ആൾ മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെയുള്ള ഒരാളിന് ആ അച്ഛനെയും അമ്മയും ഒരു വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. എന്തിനാണ് അവരെ നടത്തിയത്? കഷ്ടം തോന്നി. കൈ പിടിച്ച് അദ്ദേഹം നടക്കാൻ വയ്യ. എത്ര ബുദ്ധിമുട്ടിയ ആ മനുഷ്യൻ ബാലൻസ് ചെയ്യുന്നത്. കൈ ആകാശത്തേക്ക് വരെ കൊണ്ടുപോയിട്ടാണ് പുള്ളി ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്നത്. അപ്പം ബാലൻസ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഒരു വശത്തേക്ക് അങ്ങനെ കാണിക്കാൻ വേണ്ടിയല്ലേ? അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വാട്ട് എ ലോ ലെവൽ ക്രീച്ചർ. അല്ല ടി ജി, ഇപ്പോൾ ഈ സ്വാതി മലിവാളിൻ്റെ കേസ് വന്നതോടെ പൊളിറ്റിക്കലി കെജ്രിവാളിന് ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് അയാൾ തിരിച്ചറിയുന്നില്ല. അയാൾ മുതൽ നമ്മളുടെ പ്രശാന്ത് രഘുവംശം വരെ തിരിച്ചറിയുന്നില്ല. ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ദില്ലിയിൽ അതിൻ്റെ തിരിച്ചടി ഉണ്ടാവും തന്നെയാണ് ഞാൻ. ദില്ലിയിൽ ഇതിന് മുമ്പ് തന്നെ 7 സീറ്റ് BJPക്ക് കിട്ടുമായിരുന്നു. ഈ കേജ്രിവാൾ സംഭവം വന്നതിന് ശേഷം വല്ല ഭൂരിപക്ഷം കൂടുകയോ വല്ലതും ചെയ്യുന്നുള്ളതല്ലാതെ സ്റ്റാറ്റസ് 7 സീറ്റ് BJPക്ക് ഉറപ്പായിട്ട് കിട്ടും. ഉറപ്പായിട്ട്. അല്ല, ഈ കെജ്രിവാൾ ഇപ്പോൾ വീണ്ടും ജയിലിലേക്ക് പോകുന്നു. കുറച്ച് MPമാർ അവർക്ക് കിട്ടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഇന്ത്യ മുന്നണിയിൽ തന്നെ ഉണ്ടാകുമോ? ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ജൂൺ 4 കഴിഞ്ഞാൽ കേജ്രിവാൾ വിചാരിച്ചാലൊക്കെ ഇന്ത്യ മുന്നണി നിൽക്കാൻ പോകുന്നു. ആരെ കേജ്രിവാൾ? ഹൂ കേസ് ഫോർ കേജ്രിവാൾ? പിണറായി വിജയൻ, ഞാൻ പറഞ്ഞില്ലേ, പിണറായി വിജയൻ ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ട് കേജ്രിവാളിൻ്റെ അറസ്റ്റിനെ പറ്റി. ഇല്ല. സ്റ്റാലിൻ ഇല്ല. മമത, ഇവരാരും ഒന്നും വേണ്ടിയിട്ടില്ല എന്ന്. ഇവർക്കൊക്കെ അറിയാം ഭൂലോക ഫ്രോഡാണ്. പിന്നെ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നു അത്രയേ ഉള്ളൂ. അല്ലാതെ അധികം ഞങ്ങൾ കേജ്രിവാളിന് ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുകയുമില്ല. ജൂൺ 4 കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുകയില്ല. മാത്രമല്ല, ജൂൺ 4 കഴിഞ്ഞാൽ ആദ്യം ഇയാളെ തല്ലാൻ കൂടുന്നത് കോൺഗ്രസ്സുകാരായിരിക്കും ഡൽഹിയിലെ. അതെന്തായിരിക്കും? അത്രയധികം ശത്രുതയുണ്ട്. ഈ മദ്യനയ അഴിമതി ആദ്യം പുറത്തു കൊണ്ടുവന്ന ആരാ? കോൺഗ്രസ് അല്ലേ? അവരാണ് കൊണ്ടുവന്നത്. അല്ല, അവർ ഒന്നിച്ച് മത്സരിക്കുമല്ലേ ഡൽഹിയിൽ? അല്ല, ഇപ്പോൾ ഒന്നിച്ച് മത്സരിക്കുന്നു. പക്ഷേ ഈ അഴിമതി ആരോപണം ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. അത് കഴിഞ്ഞാണ് ബാക്കി അന്വേഷണവും സംഗതിയും CBI ED ഒക്കെ വരുന്നത് പിന്നീടാണ്. ഫസ്റ്റ് അഴിമതി ആരോപണം പബ്ലിക്കിൽ ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു ഇയാൾക്കെതിരെ. സോ അതിൻ്റെയൊക്കെ ചുരുക്ക് കോൺഗ്രസ്സിന് ഉള്ളിൽ കിടപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ സഖ്യം തകർന്നു, അടിപിടി ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ആപ്പും ഇവരും. പക്ഷെ പഞ്ചാബിൽ ഈ അപ്രതിരോധ്യമായ ഒരു അവസ്ഥയല്ലേ ആപ്പിനുള്ളത്? ഇല്ല. ഇതിൻ്റെ ക്രെഡിബിലിറ്റി ക്രൈസിസ് പഞ്ചാബിലും ഉണ്ടാകും. അത് കുറയാൻ വേണ്ടിയിട്ടാണ് ആ മാൻ ഇങ്ങോട്ട് വരാത്തത്. ഈ ബഹളമൊക്കെ നടക്കുമ്പോൾ മാൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, ഡൽഹിയിൽ കാണുന്നില്ല. ഫസ്റ്റ് ഡേ ഇങ്ങനെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അടിപിടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മാൻ മുങ്ങി. പക്ഷേ അതിന് പഞ്ചാബിൽ BJP അത്ര വലിയ ശക്തിയല്ലല്ലോ. BJP ശക്തിയാണ് പഞ്ചാബിൽ. BJP ഇത്തവണ നോക്കിയോ 4 മുതൽ 5 സീറ്റ് വരെ പഞ്ചാബിൽ കിട്ടും BJPക്ക്. അപ്പോൾ TG പറഞ്ഞു വരുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കെജ്രിവാളും ആപ്പ് എന്ന് പറയുന്ന പാർട്ടിയും രാഷ്ട്രീയമായി അപ്രസക്തമാകുന്നതാണ്. അപ്രസക്തമാകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അയാൾക്ക് ഒരുപാട് MLAമാരുണ്ട്, ഹാർഡ് വർക്കിംഗ് ആയ ഒരുപാട് വർക്കേഴ്സ് അയാളുടെ കൂടെ ഉണ്ട്. ഒരുപക്ഷെ അയാൾ മാറി വേറൊരു നേതൃത്വം വന്നിട്ട് തുടരാനും മതി. ആപ്പ് പിളരാനും സാധ്യതയുണ്ട്. സ്വാതി മലിവാൾ ആയിരിക്കില്ല, അതിൻ്റെ നേതാവ് സഞ്ജയ് സിംഗ് ആവാനാണ് സാധ്യത. സഞ്ജയ് സിംഗ് സൈലൻ്റ് ആണല്ലേ കുറച്ച് ദിവസമായിട്ട്? സഞ്ജയ് സിംഗ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് സ്വാതി മലിവാളിൻ്റെ കൂടെയാണെന്ന് പ്രഖ്യാപിച്ചു. ആ പത്രസമ്മേളനത്തിൽ അപലപിച്ചു. എന്നിട്ട് പിന്നെ മിണ്ടാതെയായി. ഇവരുടെ പ്രശ്നം ഇതാണ്, ഈ നടത്തിയ അഴിമതിയും പ്രശ്നവും മറ്റേ
ഗുർപത്വന്ത് സിംഗ് പന്നുവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച കാശിൻ്റെ ഡീറ്റെയിൽസ് ഇവർക്ക് ഈ ഡീറ്റെയിൽസ് അറിയാം. സ്വാതി മലിവാളിനറിയാം, സഞ്ജയ് സിംഗിനറിയാം, രാഘവ് ചഡ്ഡയ്ക്ക് അറിയാം. ഈ 3 പേരാണ് അവരുടെ രാജ്യസഭാ എം പിമാർ. ഈ 3 പേർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. രാഘവ് ചഡ്ഡയുടെ അടുത്ത് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വരെ ഉണ്ട്. അയാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അയാൾ തിരിച്ചു വന്നിട്ട് അയാളൊരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇതിനെപ്പറ്റിയൊന്നും. അതുപോട്ടെ, ഈ നമ്മുടെ ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ബഹളം വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഒരാളും ഇത് BJPയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് നടന്നതെന്ന് വെച്ചോ. ഒരു പെണ്ണുമ്പിള്ളയെ ആരെങ്കിലും തല്ലി, രാജ്യസഭാ എം പി ഒന്നും ആകണ്ട, വഴിയിൽ നടക്കുന്ന ആരെങ്കിലും BJP ആഫീസിൻ്റെ മുൻവശത്ത് റോഡിൽ വെച്ച് ആരെങ്കിലും ഒരു സ്ത്രീയെ തല്ലിയാൽ എന്താ ഇവിടെ എൻ്റെ ദൈവമേ. പന്തംകുളത്തിലും മെഴുകുതിരികത്തിലും അയ്യോ, എന്നെ വെട്ടിക്കൊല്ലും, സുനിലിനെ കാലിലെറിഞ്ഞ് ഓടിക്കും എല്ലാവരും കൂടെ. ഏതായാലും കെജ്രിവാളിൻ്റെ ജാമ്യം അദ്ദേഹത്തിന് വേണ്ടാത്തതാണ്. പക്ഷേ ഇപ്പോൾ ആവശ്യം വന്നിരിക്കുന്നു. കോടതി അതെങ്ങനെ പരിഗണിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.